ഉയർപ്പിന് ശേഷം ജീസസ് ക്രൈസ്റ്റ് ആദ്യമായിട്ട് തൻ്റെ ഡിസൈപ്പിളിലുള്ള ആൾക്കാരെടുത്ത് തൻ്റെ ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് പ്രത്യക്ഷത കൊടുക്കുകയാണ്. അവർ വാതിലടച്ചിരിക്കുമ്പോൾ, അങ്ങനെ രഹസ്യത്തിൽ പേടിച്ച് ഒളിച്ചിരിക്കുമ്പോൾ ജീസസ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് യേശു അവരുടെ മേൽ ഊതി. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക. അപ്പോൾ എപ്പോഴാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം യേശു അവർക്ക് പ്രത്യക്ഷ നൽകിയിട്ട് അവരുടെ മേൽ ഊതിയിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ മേൽ നൽകുന്നത്. പക്ഷെ നമ്മുടെ പെന്തിക്കോസുകാരും നമ്മുടെ ക്രിസ്ത്യാനികളും പഠിപ്പിക്കുന്നത് ഇങ്ങനെയല്ല. നമ്മുടെ പെന്തിക്കോസുകാർ എസ്പെഷ്യലി പഠിപ്പിക്കുന്നത് അവരെല്ലാവരും കൂടെ മാളിക മുറിയിൽ ഒരുമിച്ചിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അവർ നിറഞ്ഞുവെന്നും അന്യഭാഷയിൽ സംസാരിച്ചുവെന്നൊക്കെ ഉള്ളൊരു ടീച്ചിങ്ങാണ് ഇന്നത്തെ ക്രിസ്തീയ മതം പഠിപ്പിക്കുന്നത്. പക്ഷേ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചത് മാളിക മുറിയിൽ വെച്ചിട്ട് അല്ല, ഡയറക്റ്റായിട്ട് യേശുവിൽ നിന്നാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ കൈവപ്പിനാൽ, അതിലൊരു വ്യക്തിയിലൂടെയുള്ള അഭിഷേകത്താലാണ്, ആ വ്യക്തിയിൽ നിന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച നൽകുന്നത്. അല്ലാതെ ഒരു മീറ്റിങ്ങിനകത്തോ അല്ലെങ്കിൽ ഒരു ഫെലോഷിപ്പിനകത്തോ കൊട്ടും കുരവയുമായിട്ട് കുറേ പാട്ടുകൾ പാടുമ്പോഴോ തുള്ളിച്ചാടുമ്പോഴോ ഒന്നും അല്ല പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് ലഭിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് ലഭിക്കണമെങ്കിൽ ദൈവം അപ്പോയിൻ്റ് ചെയ്ത ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ ഈ പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചത് മാളിക മുറിയിൽ വച്ചിട്ടല്ല, യേശു അവരുടെ മേൽ ഊതിയപ്പോൾ അവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, അപ്പം പിന്നെ എന്താ മാളിക മുറിയിൽ സംഭവിച്ചത് എന്ന്. മാളിക മുറിയിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. 1-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തികളുടെ 1-ാം അധ്യായത്തിനകത്ത് കർത്താവ് അവരോട് പറഞ്ഞു, ജീസസ് ഡിസൈപ്പിളിനോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കണം. അങ്ങനെ ജെറുസലേമിൽ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ശക്തി ലഭിക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കമ്മീഷൻ, ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മിഷൻ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ശക്തി ലഭിക്കുവോളം നിങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ നിറവാണ് മാളിക മുറിയിൽ ലഭിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് ലഭിച്ചത് ജീസസ് ക്രൈസ്റ്റിൽ നിന്ന് ഡയറക്റ്റായിട്ടാണ്. വലിയൊരു കള്ളം എന്ന് പൊളിഞ്ഞിട്ടുണ്ടാകും. ക്രിസ്തീയ മതം ഇന്നേയോളം പഠിപ്പിച്ചത് മാളിക മുറിയിൽ വെച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായതെന്നാണ്. അല്ല.